ഭാവത്തിലിരിക്കുന്നു. മറക്കരുത്, എന്താ ഭാവം? കൂഷ്മാണ്ഡാഭാവം. ഒന്നുകൂടി പറയാ, ശൈലപുത്രി പറയൂ. അടുത്തത് ബ്രഹ്മചാരിണി, അടുത്തത് ചന്ദ്രകണ്ഠ, അടുത്തത് കൂഷ്മാണ്ഡ. അല്ലേ? എന്തുകൾ ഓർഞ്ഞു അല്ലേ? ഇനി വരൂ, ഇവിടെ കഴുത്തിന്റെ ഇവിടെ. ഞങ്ങളിപ്പോ അവിടെ ഇരുന്നപ്പോ യേശുദാസിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു എന്നോട്. മൂകാംബികയിൽ വരുമ്പോൾ അവിടെ കാണാറുണ്ടെന്നും കണ്ടുമുട്ടാറുണ്ടെന്നും ഇപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെടാറുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ ഭാവം ശ്രദ്ധിക്കുക, ഈ കഴുത്തിന്റെ ഈ ഭാഗം അവിടെ ഈ മൂലാധാരത്തിൽ ദേവി ഉണർന്ന് ഇങ്ങോട്ട് എത്തണോനാണത്രേ. ഇപ്പൊ നേരത്തെ ഇവിടെ ശുദ്ധമായ സുന്ദരമായ സംഗീതം നിങ്ങൾ കേട്ടോ ഇല്ലയോ? കുറച്ച് ഞാൻ അവിടെ ലയിച്ചിരുന്നു. അതിൽ ഇങ്ങോട്ട് വന്നാൽ അത്ര സുഖം കിട്ടൂല. അതുകൊണ്ട് അവിടെ ഇരുന്ന് ലയിച്ചത്. ഗാനത്തിന്റെ ആ ഒരു അലയൊലി അതിൻ്റെ ഉള്ളിലിരുന്ന് കേൾക്കണം. സുഖ ഭജനയുടെ അതൊരു സുഖ, നല്ല സുഖ. അത് തീരരുതെന്ന് വിചാരിച്ചു, പക്ഷെ നിർത്തിയില്ല. സമയം എല്ലാത്തിനും ക്രമം ഉണ്ടല്ലോ. എന്തായാലും ആട്ടെ. അപ്പൊ നോക്കൂ, അത് ഇവിടെ വിശുദ്ധി ചക്രത്തിലേക്ക് ഈ മൂലാധാരം ഉണർന്നവർക്കാണ് നല്ല ശബ്ദം ഉണ്ടാവുക. നല്ല ശബ്ദം, ഗാനം, കോകിലങ്ങളൊക്കെ ഈ വിശുദ്ധി ചക്രത്തിലേക്ക് ഉയർന്നവരാണ്. ഈ വിശുദ്ധി ചക്രത്തില് സ്കന്ദമാതാഭാവത്തിലിരിക്കുന്നു ദേവി. ഉമയുടെ എത്രാമത്തെ ഭാവം? 4-മത്തെ ഭാവമാണോ? 5-മത്തെ ഭാവം. ഏതൊക്കെയാണ്? ശൈലപുത്രി പറയൂ, ശൈലപുത്രി, ബ്രഹ്മചാരിണി പറയൂ, പൊക്കളിന്റെ തൊട്ട് പിറകില് ചന്ദ്രകണ്ഠ, അനാഹതം, കൂഷ്മാണ്ഡാഭാവം, വിശുദ്ധി. വിശുദ്ധി മനസ്സിലാക്കാവുന്ന ഒരു പേടി എന്റെ ഒപ്പം പോന്നാ മതി. നിങ്ങള് എനിക്ക് ഓർമ്മിച്ചൊക്കെ കഴിയും, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓർമ്മിച്ചൂടാ? കഴിയില്ലേ? ഉറപ്പായിട്ടും കഴിയും. ഇവിടെ ഇവിടെ സ്കന്ദമാതാഭാവത്തിലിരിക്കുന്നു. സ്കന്ദമാത 5-മത്തെ ഭാവം. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത രാത്രിയാണ് 6-മത്തെ രാത്രി. ഇത് മറക്കരുത്. 6-മത്തെ രാത്രി പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഓഫീസിലേക്ക് കയറുക. ഇതൊക്കെ എത്ര പേര് എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മളെ ഓഫീസിൽ ആ പുറത്തുള്ള മുറിയല്ല, AC ഉള്ള മുറി ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്ക് കയറിയാൽ കാളയുടെ നടുവില് നെറ്റിപ്പട്ടം കാണാം. ഇല്ലേ? അവിടെ കാളല്ലേ? ഇല്ലേ? കാളുണ്ട് അതിന്റെ ഉള്ളില്. കാളയുടെ നടുവിൽ നെറ്റിപ്പട്ടം കാണാം. ആ നെറ്റിപ്പട്ടത്തിന്റെ മൊട്ടുകൾ ഒന്ന് എണ്ണി നോക്കുക. ശരിക്കും ആനയുടെ നെറ്റിയിൽ കിട്ടുന്ന നെറ്റിപ്പട്ടം വരെ ഈ മൂലാധാരത്തിന്റെ ഉയർച്ചയാ സൂചിപ്പിക്കുന്നത്. അന്നാക്കി പഠിച്ചു വെക്കൂ പ്രിയരെ. ഇതിനെയൊന്നും അറിയാതെ പോകരുത്. ചന്ദ്രക്കല അങ്ങനെ കാണാൻ അതിന്റെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ? ശിവസ്വരൂപിയായിട്ട് അവിടെ ആ ഇതൊന്നും നോക്കാം. മൊട്ട് താഴേന്ന് മുകളിലേക്ക് എണ്ണി നോക്കാം. 6 കഴിഞ്ഞിട്ട് 6 വലിയ ഒട്ടടക്കം 6 കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലാണ് ശിവൻ ഇരിക്കുന്നത്, തിടമ്പിരിക്കുന്നത്. ഒന്ന് പോയി നോക്കാം. തിടമ്പ് ഈ 6 മുട്ട് കഴിഞ്ഞിട്ടാണെന്ന് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ എത്ര പേരൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ അവിടെ പോയിരുന്നപ്പോ ഒക്കെ നിരീക്ഷിച്ചിട്ടുണ്ട്. സ്ഥലത്തിലും അവിടെ നിരീക്ഷിക്കണം, അവിടുത്തെ ആൾക്കാരെ നിരീക്ഷിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇവരെവിടെയാ നിൽക്കണമെന്ന് അവിടെ നോക്കിയാൽ മനസ്സിലാവും. ചോറ് എന്തോ നോക്കാൻ എല്ലാ വട്ടിയെടുത്ത് ഞൊണ്ടി നോക്കണ്ട. അപ്പൊ ഇവിടെ ഇരുന്ന് നിങ്ങൾ പ്രഭാഷണം കേൾക്കണ കണ്ടാൽ തന്നെ അറിയാം അത് ഉയർന്ന സദസ്സാന്ന്. ഏതാലത്തൊക്കെ പോയാൽ പരാക്രമമായിരിക്കും അവിടെ മുഴുവൻ. അപ്പൊ ഉന്നതമായ സദസ്സിലാണ് നിൽക്കുന്നത്. തന്നെയല്ല, അയ്യപ്പന്റെ പാദസ്പർശം കൊണ്ട മണ്ണാണിത്. ആണോ അല്ലയോ? ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് പിന്നെ എന്താ പറയാ, അനവധി രാജകുടുംബങ്ങളുടെ മനോഹാരിത നിറഞ്ഞ് നമ്മുടെ എന്താ പറയാ പരബ്രഹ്മമൂർത്തി വിളയാടിയ, ആണോ അല്ലയോ? ഇപ്പോഴും ആ മഹാചൈതന്യം പരിലസിച്ച് ഓച്ചിറയിലാണ് പിന്നെ ഒരു പരബ്രഹ്മം ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? ഇവിടെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മഹാസ്വരൂപൻ, ആണോ അല്ലയോ? ഇട്ടവും വലവും മുന്നിലും പിന്നിലും ഉള്ളിലും നിന്ന് കാത്ത് സംരക്ഷിക്കുന്ന നിയാമകമൂർത്തി, ചിന്മയൻ, ആനന്ദമയൻ. ആ മഹാസ്വരൂപത്തെ വിട്ടൊരു കളി നമുക്കില്ല. നമുക്ക് കേൾക്കണ്ടോ ഇല്ലയോ? ഒറ്റ വിളി എന്റെ ദേവരേ മതി. ആ പാദം ഒന്ന് പിടിക്കാൻ കഴിയണം. വരട്ടെ പ്രിയപ്പെട്ടവരെ, വരട്ടെ. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടെന്നാ വിശ്വസിക്കുന്നത്. മുന്നോട്ട് നീങ്ങട്ടെ, സമയമില്ല. ആജ്ഞാചക്രത്തെ ശ്രദ്ധിക്കൂ. ആജ്ഞാചക്രത്തിൽ ദേവി ഇരിക്കുന്നത് കാർത്യായനി ഭാവത്തിലാണ്. എന്ത് ഭാവത്തിലാണ്? കാർത്യായനി ഭാവത്തിലാണ്. ആര് ഇരിക്കുന്നത്? ദേവി എവിടെ ഇരിക്കുന്നത്? പറയൂ, എവിടെ ഇരിക്കുന്നത്? ഇതാ ഈ ആജ്ഞാചക്രത്തില് കാർത്യായനി ഭാവത്തിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായ കാളി, ലക്ഷ്മി, സരസ്വതി 3 കൂടി കൂടിയ ഭാവത്തിലാണത്രേ ആജ്ഞാചക്രത്തിലെ രാത്രി. എന്ന് വെച്ചാൽ 6-മത്തെ രാത്രി. ഈ
ഇനി അവിടുന്ന് 9ലേക്ക് പൂരണം ചെയ്യുന്ന 3 രാത്രി കൂടിയുണ്ട് സഹസ്രാരത്തിന്റെ ഇടയിൽ. ആ 3 രാത്രി കൂടി ദേവിയുടെ ഭാവം ഒന്ന് കാട്ടിത്തരികയാണ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. പറയട്ടെ 7ാമത്തെ രാത്രിയില് ഏഴാമത്തെ രാത്രിയിൽ കാളരാത്രി ഭാവത്തിൽ ദേവി ഇരിക്കുന്നു. ഏതാ ഭാവം? തെറ്റിപ്പോവരുത്. കാളരാത്രി ഭാവം. 7ാമത്തെ രാത്രിയിൽ ഏതാ ഭാവം? കാളരാത്രി ഭാവം. അവസാനം നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കണം, മറന്നു പോകരുത്. കാളരാത്രി ഭാവം. അതിന് തൊട്ട് മുകളില് എത്രാമത്തെ രാത്രി? ഇനി അവിടെ കൂടുതൽ വിസ്തരിക്കാൻ നിൽക്കില്ല. മുകളില് 8ാമത്തെ രാത്രി. 8ാമത്തെ രാത്രിയിൽ മഹാഗൗരി ഭാവത്തിൽ ഇരിക്കുന്നു ദേവി. അപ്പൊ ഉമ്മയുടെ 8ാമത്തെ ഭാവം മഹാഗൗരി ഭാവം. റെഡി. ഇനി 9ാമത്തെ രാത്രിയിൽ എത്തുമ്പോ സഹസ്രാരം ശിവനെ പ്രാപിച്ചു. കേൾക്കണ്ടോ ഇല്ലയോ? ശിവനെ പ്രാപിക്കുന്നതോടുകൂടി അത് സാറില്ല, അത് അങ്ങോട്ട് നേരേക്ക് നോക്കുമ്പോളെ വീണോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങോട്ട് ശ്രദ്ധിക്കും. അതിന്റെ ഇടയിൽ ഡിസ്ട്രാക്ട് ചെയ്ത് പോലെ. അപ്പൊ ഈ വിഷയത്തിൽ നിന്ന് പോയി പോകും. എന്തേ പറഞ്ഞു? 9ാമത്തെ രാത്രി എത്തുമ്പം ശിവശക്തിയായുക്തയായി തീരുന്നു ദേവി. ശിവനോട് ലയിച്ച് ശിവനോടൊപ്പം നിൽക്കുന്ന മനോഹരമായ രാത്രി. അതാണ് പ്രകൃതി ഉണർന്ന് മുകളിലേക്ക് പൊങ്ങി ദേവി. പ്രകൃതി എന്ന് പറഞ്ഞാൽ ദേവി ഉണർന്ന് മുകളിലേക്ക് പൊങ്ങി, ഉമ ഉണർന്ന് മുകളിലേക്ക് പൊങ്ങി ശിവനെ പ്രാപിക്കുന്നത് മോക്ഷമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനയൊക്കെ ചെയ്യുന്നത്. 6 പടിയും കടത്തി, കേൾക്കണ്ടോ ഇല്ലയോ? സഹസ്രാരത്തിലേക്ക് എത്തിക്കാനാണ്. കാരണം ഞാൻ കയറിയത് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് എന്ന് പറയില്ല. അടുത്ത പ്രാവശ്യം ഞാൻ പിന്നെ എപ്പോഴേ ഒത്തുകൂടാൻ ഇടവരുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഈ തോടിൻ്റെ ഉള്ളിൽ കയറി പറ്റി എന്നുള്ളത് അന്ന് കാട്ടിത്തരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഒന്നും കൂടുതൽ മനസ്സിലാവില്ല, പറയൂല്ല, കാരണം ഇനി സമയമില്ല. അപ്പൊ നോക്കൂ, സഹസ്രാരത്തില് പറയൂ ഏത് ഭാവത്തിലാണ്? സിദ്ധിധാഭാവത്തിലിരിക്കും. സഹസ്രാരത്തിൽ ഏതാ ഭാവം? സിദ്ധിധാഭാവം. അപ്പൊ നമുക്ക് 9 രാത്രി ഒന്നുകൂടി പറഞ്ഞു നോക്കല്ലേ? പഠിച്ചു വെക്കണ്ടേ? വേണോ വേണ്ടയോ? ഒന്നുകൂടി പറഞ്ഞു നോക്കാം, നമുക്ക് മറക്കരുത്. 1ാമത്തെ രാത്രി മൂലാധാരം. പറയൂ. ശൈലപുത്രി. വെരി ഗുഡ്. 2ാമത്തെ രാത്രി സ്വാധിഷ്ഠാനം. പറയൂ നോക്കാം, തെറ്റിക്കോട്ടെ. എന്താ നമ്മളെ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. 2ാമത്തെ രാത്രി ബ്രഹ്മചാരിണി ഭാവം. വെരി ഗുഡ്. 3ാമത്തെ രാത്രി ചന്ദ്രകണ്ഠാഭാവം അല്ലെ? 4ാമത്തെ രാത്രി അനാഹത ചക്രം കൂഷ്മാണ്ഡാഭാവം. 5ാമത്തെ രാത്രി എന്താ പറയുക വിശുദ്ധി ചക്രം സ്കന്ദമാതാഭാവം. എന്താ പറയുക 6ാമത്തെ രാത്രി ആജ്ഞാചക്രം. പറയൂ ആജ്ഞാചക്രം കാർത്തിയായനി ഭാവം. അവിടുന്ന് അങ്ങോട്ട് 3 ചക്രം, 3 ചക്രം ഇല്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 3 രാത്രി. ഏതൊക്കെയാണ്? 1 കാളരാത്രി ഭാവം, മഹാഗൗരി ഭാവം, സിദ്ധിദാഭാവം. ഇങ്ങനെ 9 രാത്രികൾ കടന്ന് ഇതിന്റെ മുകളിൽ ശിവൻ എത്തുമ്പോൾ അവിടെ നമ്മൾ തിരി തെളിക്കുന്നു. ഇതാണ് നിലവിളക്ക്. ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചാൽ പറയൂ അത് സർവ്വദേവതാ സ്വരൂപത്തിലാണെന്ന് മനസ്സിലാക്കി വെക്കൂ. സർവ്വദേവതാ സ്വരൂപത്തിലാണ്. അതിനെ ഏത് ദ്വന്ദ്വത്തിൽ വിളിച്ചാലും കുഴപ്പമില്ല. ലക്ഷ്മി നാരായണൻ, ഉമാ മഹേശ്വരൻ, കേൾക്കണ്ടോ ഇല്ലയോ? വള്ളി മുരുകൻ. എന്ത് ദ്വന്ദ്വം വിളിച്ചാലും ഇവിടെ വിരോധമില്ല. ഈ ദ്വന്ദ്വം അവിടെ ഉണ്ട്. പ്രകൃതി പുരുഷൻ ഇത് തമ്മിലുള്ള ഡാൻസാണ്. ഞാൻ ഡാൻസ് കൂടി കാട്ടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനൊന്ന് എഴുന്നേറ്റിട്ട് കസേരയിലേക്ക് ഇരുന്നോട്ടെ. ആരും അവിടുന്ന് എഴുന്നേൽക്കണ്ട, അവിടെ ഇരുന്നാൽ മതി. ഞാൻ ആ ഭാവം കൂടി ഒന്ന് കാട്ടി തന്നിട്ട് അവസാനിപ്പിക്കുക. സുഖം അങ്ങനെ ഇരിക്കാനാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇത് കാണിച്ചു തരണമെങ്കിൽ അവിടെ ഇരുന്ന എന്റെ കാല് മര്യാദക്ക് പൊങ്ങില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്താ ഫാൻ ഓഫ് ആക്കണം എന്ന് പറഞ്ഞു. ഈ ഫാൻ ഒന്ന് ഓഫാക്കും, ഇതൊന്ന് ഓഫാക്കി വേണ്ട, സ്ലോ ആക്കണ്ട. ഓഫാക്കിയ ശരി, ആവട്ടെ. എന്തേ പറഞ്ഞു ഞാന്? നോക്കൂ, നിങ്ങൾക്കറിയോന്നറിയില്ല, കാശിയിൽ നിങ്ങൾ പോയാൽ, കാശിയിൽ പോയവരുണ്ടേ ഒന്ന് കൈപൊക്കൂ. ഇതില് കാശിയിൽ പോയവരുണ്ടേ ഒന്ന് കൈപൊക്കൂ. സന്തോഷം. കാശിയിൽ പോയാല് നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ട സ്ഥലം, കാശി വിശ്വനാഥനെ കാണണ്ടെന്നല്ല പറയണത്. പക്ഷെ അവിടെ മണികർണികാ ഘട്ടുണ്ട്. മണികർണികാ ഘട്ട് 24 മണിക്കൂറും ശവം തേച്ചുകൊണ്ടിരിക്കുകയാണ്. 24 hours ശവം തേച്ചുകൊണ്ടിരിക്കുക. ഒരു ശവം കയറ്റി വെക്കുന്നു, കത്തിക്കുന്നു, അടുത്ത കയറ്റി വെക്കുന്നു, കത്തിക്കുന്നു. നെറ്റ് ചുളിക്കണ്ട. നിങ്ങളും ഞാനും ഈ ശരീരമല്ല എന്ന് ഉറപ്പിക്കണം. അത് ഞാൻ അടുത്ത പ്രാവശ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ നെറ്റ് ചുളിയില്ല. അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ പോയ ഭസ്മ കൊടുക്കുക. എന്താ ഭസ്മം കൊടുക്കാൻ കാരണം?
ഭസ്മാന്തം ശരീരം എന്നാ. നീ ശരീരമല്ല, അവസാനം ഭസ്മായി തീരണം. ശബരിമലയിലെ ഹോമകുണ്ടും കാണിച്ചു തരുന്നത് അതാണ്. നീ ഭസ്മായിട്ട് തീരണം, നീ ശരീരല്ലടോ ഉറപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഇടവരികയാണെങ്കിൽ, ഇവിടെ വരാൻ ഇടവരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ അവസാനിപ്പിക്കുകയും ചെയ്യാം. നോക്കൂ, ആ ചുടലഭസ്മത്തില്, ഏത് ചുടലഭസ്മത്തില്? കാശിയിലെ ചുടലഭസ്മത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ മഹാദേവൻ, അതായത് ശിവൻ പരബ്രഹ്മം, ആ മഹാസ്വരൂപൻ തന്റെ താണ്ഡവ നടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ താണ്ഡവ നടനം ഒന്ന് ശ്രദ്ധിച്ചെല്ലാവരും കാണൂ. ഒരു കാല് മുയലകന്റെ തലയിലാണ്. മുയലകൻ എന്ന് വെച്ചാൽ അധർമ്മം, അധർമ്മത്തിന്റെ തലയിലാണ് ഒരു കാല്. നടരാജ വിഗ്രഹം ഒന്ന് നോക്കുക, അപ്പൊ മനസ്സിലാവും. ഇവിടെ നൃത്തം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവരിങ്ങോട്ട് ശ്രദ്ധിക്കുക. ആ മഹാദേവന്റെ സുന്ദരമായ നടരാജ നടനത്തിന്റെ ചെറിയൊരു വേർഷനെ കാണിച്ചു തരുന്നുള്ളൂ. ഒരു കാല് മുയലകന്റെ തലയിൽ, മനസ്സിലാവുണ്ടോ എന്നൊക്കെ പറയണത്. മറ്റേ കാല് അല്പം ഉയർത്തിപ്പിടിച്ച്, നൃത്തമുദ്രയാണോ നോക്കിയാൽ മതി. ഒരു കാല് അല്പം ഉയർത്തിപ്പിടിച്ചിട്ട്, ഈ ഉയർത്തിപ്പിടിച്ച കാല് അഭയമുദ്രയാണ്. എന്താ അഭയമുദ്ര? അനുഗ്രഹമുദ്രയാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ ഒരാളെ നന്നാക്കി അനുഗ്രഹിക്കാൻ പറ്റുക? കൈകൊണ്ട്. അതാണ് കുഴപ്പം. കാലുകൊണ്ടാണ് അനുഗ്രഹം. അതുകൊണ്ടാണ് പണ്ടത്തെ എന്താ പറയുക, ഗുരുക്കന്മാരുടെയൊക്കെ കാൽക്കലാണ് ശിഷ്യന്മാര് അഭയം പ്രാപിച്ചിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അധ്യാപകരുടെ കയ്യിലാണ് തൂങ്ങണത്. ചിലത് തലയിലും കയറിയിരിക്കുന്നുണ്ട്. ഞാൻ ഏതോ ഒരു സ്കൂളിൽ ചെന്നിട്ട്, ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ഞാൻ ഏതോ ഒരു സ്കൂളിൽ ചെന്നിട്ട് കുറച്ച് കുട്ടികളോട് ചോദിച്ചു, ഫിസിക്സ് ആരാ മോളെ എടുക്കണമെന്ന് ചോദിച്ചു. ഒരു കുട്ടിയോട് ചോദിക്കേണ്ടിയില്ലായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി. കുട്ടീനോട് പറഞ്ഞ കാര്യം എന്താ അറിയോ? കുട്ടിത്താറാവാണെന്നാണ് ടീച്ചറുടെ പേരാ. അപ്പൊ ടീച്ചറുടെ കാലുമ്മലൊന്നല്ല ഇപ്പൊ പിടുത്തം, പിന്നെ തലയെ കയറി നിരങ്ങിയോന്ന് ചോദിച്ചാൽ മതി. തലയെ കയറിയിട്ട്, അത് കലിയുഗത്തിന്റെ ലക്ഷണം, മനസ്സിലാക്കി വെക്കാൻ. കലിയുഗത്തില് അധ്യാപകരുടെ തലയെ കയറി കുട്ടികൾ നിരങ്ങാൻ തുടങ്ങും, നിഷ്കരുണം വധിക്കാൻ തുടങ്ങും. ഒരുപാട് ലക്ഷണമുണ്ട്. ഇപ്പൊ ഇതിലേക്ക് അടങ്ങില്ല ഒരു കാല്. അപ്പം മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നാണ് ഇറങ്ങി വരും. കാരണം നേരത്തെ നമ്മളത് കേട്ടതാ, നേരത്തെ പൂർവാചാര്യനിൽ നിന്ന് കേട്ടതാ. ഞാന് മുംബൈയില് ഒരു പ്രഭാഷണം ഇതേപോലെ നവി മുംബൈയില് വിമാനം ഇറങ്ങി അവിടെ പ്രഭാഷണം നടത്തുമ്പോൾ എൻ്റെ കൂടെ പ്രശസ്തനായ ഒരു സിനിമാ നടനാണുള്ളത്. അയാൾ കയറിയിട്ട് പ്രസംഗിച്ചു, മഹാബലിയെ വാമനൻ ചവിട്ടി അങ്ങോട്ട് താഴ്ത്തി. ഞാൻ കയറി. അയാൾ നടനായിരിക്കാം, അത് വേറെ വിഷയം. പക്ഷെ അയാൾക്ക് തെറ്റുണ്ടേ തിരുത്തണം, വേണോ വേണ്ടയോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. നിങ്ങൾ ഭാഗവത അഷ്ടമസ്കന്ധം വായിച്ചിട്ടുണ്ടോ? ഭാഗവതം വായിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല, എല്ലാവരും പറഞ്ഞു കേട്ടു, അങ്ങനെ പറഞ്ഞു. എന്നാ അങ്ങനെ പറഞ്ഞു നടക്കരുത് എന്ന് പറഞ്ഞു. മഹാബലിയെ വാമൻ എവിടെയും ചവിട്ടി താഴ്ത്തിയിട്ടില്ല. ഉണ്ടോ? തലയിൽ കാൽ വെച്ച് അനുഗ്രഹിച്ചു. കാരണം അഹങ്കാരം മുടിത്തുമ്പോളാ, അതുകൂടി പോയാലേ ഈശ്വരത്വത്തിലേക്ക് എത്തുള്ളൂ. ശരിയാണോ അല്ലയോ? അഹങ്കാരം മുടിത്തുമ്പോളാ. ചെറിയ ചെറുപ്പക്കാർ കുട്ടികളെ നോക്കണ്ടു, 13-ന്റെയും 19-ന്റെയും ഇടയിലുള്ള കുട്ടികൾ തലമുടിയുമ്പോൾ കളിക്കുന്ന കളിയൊന്ന് നോക്കുക. 8ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി +1 +2 13 19 അതിന്റെ ഇടയിൽ നോക്കിയാൽ മതി. ഇവിടെ അങ്ങോട്ട് പറ്റ വെട്ടി ഉണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് പ്ലഗിന്റെ ഉള്ളിൽ കയറ്റ മാതിരി അങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയില് പായലെ ഇവിടെ പൂപ്പലെ ഇവിടെ എന്നേക്കും ഇവിടെ ചായ ഒക്കെ തേച്ചുണ്ടാവും, കളറൊക്കെ തേച്ച് അല്ല നിൽക്കുന്നുണ്ടാവും. അത് തൊട്ടാല് അവര് ദേഷ്യം വരും. അമ്മ ചോദിക്കും, മോനെ തലമുടി ഇങ്ങനെയാണ് വിട്ടാ, അങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഒന്നും വേണ്ട മനുഷ്യൻ എന്താ ചാച്ചി പറഞ്ഞ. പണ്ടൊക്കെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ രക്ഷിതാക്കളെ ഒരു പേടിയും ബഹുമാനമായിരുന്നു പണ്ട്, ഇല്ലേ? ഇപ്പൊ എന്താ സ്ഥിതി? രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഒരു പേടിയും ബഹുമാനം. മോനെ കുട്ടാ ഉപദ്രവിക്കല്ല, എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞോടി പോട്ടെ, എന്റെ കാലശേഷം എന്താ വേണ്ടത് ചാച്ചി, ഇതെങ്ങനെയാ പോക്ക്? അടിമകൾ. ശരി, ശ്രദ്ധിക്കും. അത് ഞാനിപ്പോ കൂടുതൽ പറയാൻ നിൽക്കണില്ല. അപ്പൊ കാലുകൊണ്ടുള്ള അനുഗ്രഹമാണ് പറയൂ വലുത്. അതുകൊണ്ടാണ് അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തത് കയ്യോണ്ടല്ല. ഉണ്ടല്ല കാലുകൊണ്ട. അതൊക്കെ പഠിച്ചു വെക്കും. എന്തായാലും ആട്ടെ, കൂടുതൽ അങ്ങോട്ട് വിസ്തരിക്കാൻ നിൽക്കില്ല. ഒരു കൈ ഇതിലേക്ക് ചൂണ്ടിയിട്ടാണ്. ഏതിലേക്ക്? ഈ നമ്മുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ആധ്യാത്മിക പ്രഭാഷണം നടക്കുമ്പോ ചിരിക്കരുത് എന്ന്. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. സപ്താഹമൊക്കെ നടക്കുമ്പോ അതല്ല പഠിപ്പിക്കണത്. നിങ്ങളുടെ എല്ലാ ദേവീ ദേവന്മാരും ചിരിച്ചിട്ടാ. അപൂർവം ചില 1-2 ദേവന്മാരെ ഉണ്ടാവുള്ളൂ ചിരിക്കാത്ത. ശബരിമലയിൽ അയ്യപ്പൻ ചിരിച്ചിട്ടല്ലേ? ധ്യാന ശ്ലോകം നോക്കാം. ഓം ധ്യായേ ചാരുജടാനിബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദ്ര്യോദിദക്ഷകരം പ്രസന്നവദനം. അയ്യപ്പസ്വാമിയുടെ ധ്യാന ശ്ലോക പറഞ്ഞത്. പ്രസന്നവദനം, ചിരിച്ചുകൊണ്ടാ നിൽക്കണത്. അവിടെ പോയിട്ടും കൊഞ്ഞനം കുത്തുകയാണ്. ചിരിക്കടോ ചെന്താമര കണ്ണനുണ്ടോ? പറയൂ. കരഞ്ഞിട്ടുള്ളൂ, കരയാതെ കടന്നുപോയ അവതാരത്തിന്റെ പിൻപറ്റുകാരെ മൂന്നുകയോ? പ്രതിസന്ധി ജീവിതത്തിന്റെ ഭാഗ തട്ടിത്തരണം ചെയ്ത് എഴുന്നേറ്റ് നട്ടല് നിവർത്തി നിൽക്ക്. ഇന്നലത്തെ പ്രഭാഷണം കഴിഞ്ഞ് ഞാനൊരു വീട്ടിലായിരുന്നു തങ്ങിയിരുന്നത്.
കേൾക്കുന്നുണ്ടോ? അവരവിടെ അഭയം തന്നതിനെ കൊണ്ട് അവിടെ നിന്നു. അവിടുത്തെ ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി, എഞ്ചിനീയറിങ്ങിനോ എന്തിനാ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രഭാഷണം ഗംഭീരായിരുന്നു കേട്ടോ, ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ അന്നങ്ങനെ ഉണ്ട്, എഴുന്നേറ്റ് നിൽക്കണ പോലെ തോന്നി, ഇങ്ങനെ വേണം എന്ന് പറഞ്ഞു എന്നോട്. എഴുന്നേറ്റ് നിൽക്കണം, അല്ലാതെ എങ്ങനെ ഇരിക്കരുത്. ഭാഗവതം മുഴുവൻ കേട്ടിട്ട് പരീക്ഷിച്ച് മരണപ്പെടാതിരുന്നിട്ടില്ല ഉണ്ടോ? പക്ഷെ താൻ മരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി. അതാണ് വലിയ അറിവ്. ആ അറിവിൽ വീണാൽ ഭയം ഉണ്ടാവില്ല. ആ അറിവിൽ വീണാൽ ഭയം ഉണ്ടാവില്ല. കേൾക്കണ്ടല്ലോ, ഭയം പോണം. അഭി 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 ഭയമില്ലാതിരിക്കണോ. ആരെ ഭയക്കുന്നു നീ? ശരി ആവട്ടെ. ഒരു കാല് ഇങ്ങോട്ട് കയറ്റി വെച്ചു, ഒരു കൈ അതിലേക്ക് ചൂണ്ടി. നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ? മറ്റേ കൈ അനുഗ്രഹമുദ്രയാണ്, അതാ പിടിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് നടരാജ വിഗ്രഹം. ഇനി ബാക്കിൽ 2 കൈയുണ്ട് ആർക്ക്? നടരാജന്. ഒന്ന് നോക്കാം. അതിലൊരു കയ്യിൽ ഡമരുകമാണ്. ഡമരുകം എന്ന് വെച്ചാൽ സകല സൃഷ്ടിയും അതിലാണ്. വലത്തെ കയ്യിൽ ഡമരുകമാണ്. അത് തിരിച്ചുള്ള എന്താ പറയാ, ഇത് കാണാം നിങ്ങൾക്ക്. ഡമരുകം, ഡമരുകം എന്ന് പറഞ്ഞാൽ ഉടുക്ക്. അത് എന്താ പറയാ, സകല സൃഷ്ടിയുടെയും സ്വരൂപമാണ്. മറ്റേ കയ്യിൽ അഗ്നിയാണ്. സകല സംഹാരവും അവൻ തന്നെയാണ്. കേൾക്കണ്ടോ ഇല്ലയോ? അപ്പൊ ഡമരുകം, അഗ്നി. നോക്കൂ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തിരുവാശി കാണാം. തിരുവാശി, തിരുവാശി അങ്ങനെ ഒരു റൗണ്ട് കാണാം. ഏതിന്റെ മുകളിൽ കൂടെ? ഈ നടരാജ വിഗ്രഹത്തിന്റെ മുകളിൽ കൂടെ. അതിനെ തിരുവാശി എന്നാണ് വിളിക്കുക. ആ തിരുവാശി എന്ന് പറയുന്നത് ഓംകാരമാണ്. ഓംകാരം, സകല സൃഷ്ടിയുടെയും നാദമായ ഓംകാരം. ഇനിയാണ് പരമപ്രധാനമായിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ. ഉമയും മഹേശ്വരനും ഇനി കാട്ടിത്തരാ. ഈ ശിവന്റെ, ഏത് ശിവൻ? നടരാജ ശിവന്റെ. എല്ലാവരും ശ്രദ്ധിക്കുക. നൃത്തം പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. പും നൃത്യം താണ്ഡവം പ്രാഹു സ്ത്രീ നൃത്യം ലാസ്യമുച്യതേ. ഇതിന്റെ ഭാവം എന്ന് പറയുന്നത് ശിവൻ താണ്ഡവത്തിലാണ് നൃത്തം. അതായത് ആണുങ്ങൾക്ക് താണ്ഡവമാണ് വിധി. കേൾക്കണ്ടോ ഇല്ലയോ? സ്ത്രീകൾക്ക് ലാസ്യമാണ്. അതായത് ദേവീഭാവത്തിൽ, ഉമാഭാവത്തിൽ. കൊണ്ടാണ് ഈ ഭാവം വരാൻ കാരണം. ഇങ്ങോട്ട് ശ്രദ്ധിക്കല്ലേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കും. നോക്കണ്ടല്ലോ, ഈ ശിവന്റെ, ഏത് ശിവൻ? നടരാജ ശിവന്റെ അർദ്ധനാരീശ്വര രൂപം നിങ്ങൾക്ക് ആ ഓഫീസിൽ ഒരു ഫോട്ടോയിൽ കാണാം. ആ അർദ്ധനാരീശ്വര രൂപത്തിൽ ഒന്ന് നോക്കുക. ആ അർദ്ധനാരീശ്വരന്റെ, അതായത് ശിവന്റെ വാമഭാഗം എന്താ? വാമഭാഗം ചിലര് സ്ത്രീകളെ ചൂണ്ടിയിട്ട് പറയും, ഇതിന്റെ വാമഭാഗമായിട്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ ഭാര്യയാണെന്നാണ് അർത്ഥം. കതിർമണ്ഡപത്തിൽ ഭാര്യയുടെ സ്ഥാനം വാമഭാഗത്താണ്. ഇനി അതിന് ഇൻകുലാബ് വിളിക്കാൻ